നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കുമ്പോൾ കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. എന്നാൽ പുതുപ്പള്ളി മണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ പരസ്യപ്രചരണം ഇന്നലെ തന്നെ സമാപിച്ചു. തിങ്കളാഴ്ച കൂരോപ്പട് പഞ്ചായത്തിലെ പര്യടനത്തോടെയാണ് അദ്ദേഹം പ്രചരണം അവസാനിപ്പിച്ചത്. മാത്രമല്ല, കൊട്ടിക്കലാശത്തിനായി ചെലവാക്കേണ്ട വലിയ തുക മണ്ഡലത്തിലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയിലേക്ക് നീക്കിവെച്ചതായി ചാണ്ടി ഉമ്മൻ അറിയിച്ചു. നമ്മളൊരു പ്രൊസീജിയർ നമ്മൾ തുടങ്ങിയല്ലോ, ഫ്ലെക്സ് മാറ്റുക, ബാനർ മാറ്റുക, പോസ്റ്റർ മാറ്റുക. അതിന്റെ ഉദ്ദേശം എന്താ? ഇവിടെ വീടുകൾ വെക്കാനുള്ള ഞങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗം. ഈ കലാശക്കൊട്ട് ഒഴിവാക്കുന്നത് എനിക്കിച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുന്നതാ. എന്റെ പ്രവർത്തകർക്ക് വിഷമമുണ്ടാവുന്ന തീരുമാനമാണ്, വളരെ വിഷമമാണ്. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കുക എന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാനൊരു ഉദ്ദേശ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവാണ്. ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ വീടില്ലാത്തവരുടെ വേദന എനിക്ക് മനസ്സിലാവും. അതെല്ലാവരും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഒരു രൂപയെങ്കിലും മാറ്റിവെക്കാൻ സേവ് ചെയ്യാൻ സാധിച്ചാൽ അത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് 48 വീട് പണിഞ്ഞത്. ആ 48 വീട് പണിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് എൻ്റെ പ്രൊജക്ഷൻ ഒന്ന് കുറച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇതും കൂടെ മാറ്റിവെച്ചാൽ കലാശക്കൊട്ട് മാറ്റി അതിന് കൂടെ ലാഭം കിട്ടുന്നത് അല്ലെങ്കിൽ മാറ്റിവെക്കുന്നത് ഒരു പഞ്ചായത്തിലും ഇല്ല. കൂരോപ്പട് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കണ്ണൻകുന്നിൽ രാജസ്ഥാൻ പ്രതിപക്ഷ നേതാവ് ഠിക്കാറാം മീന ജൂലി ഉദ്ഘാടനം ചെയ്തു. യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചാണ്ടി ഉമ്മനെ പോലെ ഉത്സാഹികളും കർമ്മനിരതരുമായ നേതാക്കൾ വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. अधिक से अधिक वोटों से जिताकर भेजें कि ऐसा युवा साथी जो इस इलाके की विकास के बारे में सोचता हो। ओमान चांडी जी को आपने देखा है कि वो 6 इंस्टीट्यूट यहाँ पे लेके आए थे और वो इस इलाके की तरक्की का आधार बने हैं. आने वाले समय में और भी ऐसे इंस्टीट्यूट यहाँ पे आएंगे. आप भाई चांडी ओमान को यहाँ जिता के भेजिए. പര്യടനം കടന്നുപോയ വഴികളിലെല്ലാം സ്ഥാനാർത്ഥിക്ക് വൻ വരവേൽപ്പാണ് ജനങ്ങൾ നൽകിയത്. കണ്ണൻകുന്ന്, മറ്റപ്പള്ളി, MGM സ്കൂൾ, കൂവപ്പൊയ്ക, തോണിപ്പാറ, വട്ടുകളം, മുണ്ടൻകവല, 12 മൈൽ, ചേന്നാമറ്റം, പാറാമറ്റം, തോട്ടപ്പള്ളി, ലാക്കാട്ടൂർ കവല എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പര്യടനം കൂരോപ്പട് കവലയിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി KJ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിശബ്ദ പ്രചരണത്തിന്റെ ഒരു നാൾ കൂടി ശേഷിക്കെ തന്റെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഒരുക്കത്തിലാണ് അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ. ന്യൂസ് ബ്യൂറോ, മണർകാട്.